അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു രണ്ടുപേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. എല്ലാ ഉപാസകരെയും എല്ലാ സഹസ്രാമ യജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യജ്ഞ കർമ്മം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നതാണ്. ഫലേച്ഛ കൂടാതെയുള്ള കർമ്മം. നമ്മളെല്ലാം ചെയ്യുന്ന ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി മാത്രമാകരുത്, മറ്റുള്ളവർക്കും കൂടെ ഇതിന്റെ ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. നമ്മളിത് മറ്റുള്ളവർക്കും കൂടി അയച്ചു കൊടുക്കാൻ, ഒരു പങ്കെടുക്കാനൊക്കെ അവരുടെ കാര്യം, മറ്റുള്ളവരിലേക്ക് മാക്സിമം ഇത് എത്തിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം വേണം. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ കൊടുത്തിട്ട് കഴിക്കുമ്പോഴാണ് നമുക്കും അത് കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പൊ അതിന്റെ ഫലം എല്ലാവർക്കും നമുക്ക് കിട്ടണം. അപ്പൊ ഇത് കൊടുക്കും തോറും എറിടുന്നാണ്. അപ്പൊ എല്ലാവർക്കും ഈ യജ്ഞം നമ്മൾ അയച്ചു കൊടുക്കുകയും അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. കാരണം ലൈവ് പങ്കെടുക്കാൻ എല്ലാവരും പറയണം. കാരണം ആളുകൾ വിചാരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇതിനകത്തില്. നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് ലൈവ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ പിന്നെ വരുമ്പോൾ. അപ്പൊ പിന്നെ സമയം പോലെ കാണാം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ പിന്നീടാണ് കാണുന്നത്. അതിന് നല്ല വ്യൂസും വരുന്നുണ്ട്. പക്ഷെ അതൊരു കണക്കിന് അവർക്ക് ഇതിന്റെ ഗുണം കിട്ടാതെ പോകുന്നു ശരിക്കും വേണ്ട വിധത്തിൽ. കാരണം ഇവിടെ നമ്മൾ പറയുന്ന ആശയങ്ങളോ അർത്ഥങ്ങളോ മാത്രമല്ല ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദേവി എന്ന് പറഞ്ഞ ഒരു പ്രാണനാണ്. പ്രാണന്റെ ഒരു ഭാവമാണ് ദേവീഭാവം. പ്രാണനാണ് ആദിപരാശക്തി എന്ന് പറയുന്നത്. ഈ പ്രാണൻ നമ്മളിലൂടെ ഇങ്ങനെ ഒഴുകി മറ്റുള്ളവരിലേക്ക് പോവുകയാണ്. ഒരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരിയിലേക്ക് കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്ത് പിടിക്കുമ്പോൾ ആ തീ ചാടി പിടിക്കുന്ന പോലെയാണ്. നമ്മൾ ആ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഇവിടെ പ്രാണന്റെ കൈമാറ്റമാണ് നടക്കുന്നത് എന്ന് സൂക്ഷ്മബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ പ്രാണമയ കോശത്തിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യജ്ഞത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ ഒരുപാട് മാറിയതായിട്ട് വിളിച്ചു പറയാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിനു ശേഷം പറയാം അവരുടെ എക്സ്പീരിയൻസ്. പല ആളുകളുടെയും അസുഖങ്ങൾ മാറി, കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടുന്നു, പല പ്രശ്നങ്ങൾ മാറും. ഇതൊരു മഹാത്ഭുതമായിട്ട് തോന്നും. നമ്മൾ ഈ തുടങ്ങി ചുരുങ്ങിയ കാലയളവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പല ആളുകൾ കർമ്മഫലം അനുസരിച്ചിട്ട് കറക്റ്റാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരിലേക്കും നമ്മൾ ഇത് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. നിങ്ങൾ എല്ലാവരും അത് കാര്യമായിട്ട് എടുക്കണം. നമ്മൾ പ്രശാന്ത് പറഞ്ഞിട്ട് വളരെ ഭാഗ്യം ചെയ്ത ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പങ്കെടുത്തപ്പോൾ. എല്ലാം യാദൃശ്ചികം തോന്നുമെങ്കിൽ ഒരിക്കലും യാദൃശ്ചികമല്ലാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ അവിടെ നടക്കുകയുണ്ടായി. അപ്പൊ അവിടെ തന്നെ ദേവി ഒരാളിലേക്ക് ആവേശിച്ച് എൻ്റെ അടുക്ക് വന്ന് നിന്നപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു. അയാളുടെ ശരീരത്തേക്ക് ദേവി വരികയും ഇത് സന്തോഷം അറിയിക്കുകയും ചെയ്തു എന്നുള്ള ഒരു അത്ഭുതമായിട്ട്, അല്ലേ? അപ്പൊ ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി. ഇന്ന് ശ്രീചക്ര പൂജ ഇവിടെ ചെയ്ത സമയത്തും ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ വന്നിട്ട് അവിടെ തൊഴുതിട്ട് പോയ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം കഴിഞ്ഞപ്പോൾ അപ്പം ഒരുപാട് നിമിത്തങ്ങൾ അദ്ദേഹം വന്നതായാലും അദ്ദേഹം സംസാരിച്ചതായാലും ആ മണ്ഡലേശ്വരിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവിന്റെ അധികാരമാണ് അദ്ദേഹത്തിന്. ആ ലെവലിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിന്. ആ ഒരു ഇതാണ് ആ ഒരു ജൂനാധാരയുടെ ഏറ്റവും വലിയ മഹാമണ്ഡലേശ്വരായിട്ട് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അത്രയും അറിവുണ്ടാകണം. ഒരുപാട് പരീക്ഷകൾക്ക് ശേഷമാണ് അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും വലിയൊരു മഹാനായ ഒരു വ്യക്തി നമുക്ക് വേണ്ടി അവിടെ വന്ന് രണ്ട് വാക്ക് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് ദേവിയുടെ അനുഗ്രഹം അല്ലാതെ വേറെ എന്താണ്, അല്ലെ? നല്ല നല്ല സംശയങ്ങൾ സദസ്സിൽ നിന്ന് ഉയരും. അതൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റി. ഡൗട്ടുകൾ നമ്മൾ യൂട്യൂബിൽ അത് വീഡിയോ അപ്ലോഡ് ചെയ്യും. എനിവേ സമയം ഒരുപാട് എടുക്കുന്നില്ല, നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത് ഗുരുവിന്ദ മണിശ്രേണി കനത് കോടീര മണ്ഡിത. ഗുരുവിന്ദം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു ഗുരുവിന്ദമണി എന്ന് പറഞ്ഞ ശ്രേഷ്ഠമായ രത്നം.
പുഷ്യരാഗ് എന്ന് പറയുന്നവരുണ്ട്, അതുപോലെ മാണിക്യം എന്ന് പറയുന്നവരുണ്ട്. ഇനിവേ കുരുവിന്ദ മണി ശ്രേണി, ശ്രേഷ്ഠമായ രത്നങ്ങളുടെ ശ്രേണി, കൂട്ടം, നിരനിരയായിട്ടുള്ള കൂട്ടം. ആ കൂട്ടം എവിടെ ഇരിക്കുന്നു? ദേവിയുടെ കോടീരത്തിൽ. കോടീരം എന്ന് പറഞ്ഞാൽ എന്താ? കിരീടം. സാധാരണ കിരീടമല്ല, മുടിയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള കിരീടമാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ മുടിയൊന്നും മറിഞ്ഞു പോകത്തില്ല. കാരണം മുടിയുടെ സൗരഭ്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ചമ്പകാശോക പുന്നാക സൗഗന്ധിക രസം കചാ എന്ന് വെച്ചാൽ മുടി, അതില് ഈ ചമ്പകാശോകം പുന്നാകം അതിനെക്കുറിച്ചൊക്കെ പല രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ സൗന്ദര്യം ഉള്ള മുടി മറയുന്നില്ല. അതാണ് കോടീരത്തിന്റെ എന്ന് പറയുന്ന കിരീടത്തിന്റെ പ്രത്യേകത. കാരണം കോടീര മണ്ഡിത, മണ്ഡിത എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കരിക്കപ്പെട്ട ആണ് ദേവിയുടെ കിരീടം. കിരീടം എന്തിനെ സൂചിപ്പിക്കും? കിരീടം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തൊപ്പി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അധികാരത്തെ സൂചിപ്പിക്കുന്നില്ല അല്ലേ? രാജാവിന് ഒരു പ്രത്യേക കിരീടം പണ്ട് കാലം മുതലേ ഉണ്ട്. രാജാവിന് തലപ്പാ. എസ്ഐയുടെ ഇതല്ല, ഐജിക്ക് എന്നൊക്കെ പറയത്തില്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മിലിറ്ററിയിലൊക്കെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ റാങ്ക് കൂടുന്നതനുസരിച്ച് തൊപ്പിയുടെ സ്റ്റൈലുമുണ്ട്. അപ്പം കിരീടം അധികാരത്തെ സൂചിപ്പിക്കും. രാജരാജേശ്വരിയാണ്, ലോകത്തിന് മുഴുവൻ രാജ്ഞിയായിട്ടുള്ള ആദി പരാശക്തി എന്ന പ്രാണന്റെ പോസിറ്റീവായിട്ട് പ്രാണൻ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ്. പോസിറ്റീവായിട്ടുള്ള പ്രാണൻ പ്രവർത്തിക്കുന്ന വൈബ്രേഷണൽ ഫീൽഡുകളുടെയൊക്കെ ഹെഡായിട്ടുള്ള മെയിൻ വൈബ്രേഷണൽ ഫീൽഡാണ് ആദിപരാശക്തിയുടെ. ഇത് ശരിക്കും ദേവത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു പ്രാണമയ കോശത്തിലാണ് നമ്മൾ എടുക്കുന്നത്. പഞ്ചകോശ വ്യാഖ്യാനമാണ്, സാധാരണ വ്യാഖ്യാനമല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, ഇല്ലേ ചിലപ്പോൾ മനസ്സിലാവില്ല. പഞ്ചകോശങ്ങളിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ പഞ്ചകോശങ്ങളിൽ പ്രാണമയ കോശത്തിൽ ആണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം അതാണ് ഈ മേപ്പോട്ടും താപ്പോട്ടുമുള്ള കാര്യങ്ങളൊക്കെ ഒരുമാതിരി കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പൊ പ്രാണനെയാണ് ആദിപരാശക്തി, അതിന്റെ പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ആദിപരാശക്തി. പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് തന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ആദിപരാശക്തി എന്ന് നമ്മൾ പറയും. അമ്മയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിലൂടെ ആ ഊർജത്തെ വലിച്ചെടുക്കുമ്പോൾ ആ അമ്മയുടെ അനുഗ്രഹവും പ്രൊട്ടക്ഷനും സ്നേഹവും എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉള്ള കൂട്ട് തോന്നാൻ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. അതിനാണ് നമ്മൾ ഫിഗർ കൊടുക്കുന്നത്, ആർക്കിടൈപ്പിനെ കൊടുക്കുന്നത്. അപ്പം കുരുവിന്ദ മണിശ്രേണി ഈ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള രത്നങ്ങളുടെ കൂട്ടത്തെ കൊണ്ട് ആ ശ്രേണിയെ, മണി എന്നുള്ളതിന് ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്ന മണിബന്ധം എന്നും അർത്ഥം പറയുന്നുണ്ട്. ചരടില് കോർത്ത മുത്തുകൾ പോലെ അല്ലയോ അർജുന, ഞാൻ ഈ പ്രപഞ്ചത്തെ കർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്നു എന്ന് ഗീത പറയുന്നു, ഭഗവത്ഗീത. കർമ്മമാകുന്ന സംഭവങ്ങളെ പ്രാണനെ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ കർമ്മത്തെ നിയന്ത്രിക്കുന്നത് ദേവതകളാണ്. ആധ്യാത്മികം, അതിഭൗതികം, അതിദൈവികം എന്ന് പറയുന്ന 3 വ്യാധികളെ മനുഷ്യൻ ജന്മമുണ്ടായി മുന്നോട്ട് പോകും. ആത്മീയമായിട്ടുള്ള വ്യത്യാസം ഈശ്വരനിൽ തന്നെ വ്യത്യസ്തമാക്കി അതിന്റെ പ്രഭാവം. 2 അതിദൈവികം, ദേവതകൾ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന താപത്രയങ്ങളാണ് ഈ പറയുന്നത്. താപങ്ങൾ. അതിഭൗതികം, സാമ്പത്തിക പ്രശ്നങ്ങൾ, പുറത്തുള്ള മറ്റ് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അന്നമയ കോശമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. പ്രാണമയമായിട്ടുള്ളതാണ് ഈ ദേവതകളുടെ വിഷയം പറഞ്ഞത്. ജ്ഞാനമയം, ആനന്ദമയമാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. അപ്പം ഈ പ്രാണമയ കോശത്തിലെ പ്രാണൻ ഈ ദേവതകളിലൂടെയും ബാധകളിലൂടെയും പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നല്ലത് ചീത്തയുമായിട്ടുള്ള അനുഭവം. അപ്പൊ ആ കർമ്മത്തെ നിയന്ത്രിക്കുന്നത് നല്ലത് ചീത്തയായിട്ടുള്ള ദേവതകൾ. അത് ത്രിഗുണ സാങ്ഖ്യ സിദ്ധാന്ത പ്രകാരം പ്രാണൻ സാത്വികം, രാജസികം, താമസികം എന്നിങ്ങനെ 3ആയി പിരിഞ്ഞ്, സാത്വിക രാജസ്, രാജസിക തമസ്,
താമസിക്കുക സാത്വികം ഇങ്ങനെ പഞ്ചീകരണം നടന്ന അത് പിന്നെയും മൂന്നായിട്ട് ഗുണിതം പ്രകാരം പോയിട്ട് ഡെവലപ്പ് മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അങ്ങനെ നടന്ന് ഈ കാണപ്പെടുന്ന 3 ഗുണങ്ങൾ സത്വരജസ് തമസ് വിവരിക്കപ്പെടും. നല്ലത് ചീത്ത എന്ന് സയൻസിൽ പറയും. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂട്രലും കൂടെ ഉണ്ട്. അങ്ങനെ 3ആയിട്ട് അതിന്റെ ഗുണിതങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന് ഈ പ്രപഞ്ചം ഇങ്ങനെ കാണപ്പെടുമ്പോൾ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുമ്പോൾ ഈ പ്രാണൻ ഇങ്ങനെ, അല്ലെങ്കിൽ ബേസിക് E=mc² എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന എനർജി പ്രാണൻ ഇങ്ങനെ പഞ്ചഭൂതങ്ങളായിട്ട് അഗ്നി ജലം വായു ആകാശമായിട്ടൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പ്രപഞ്ചത്തിൽ 3ന്റെ ഗുണിതങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിനെ എത്ര ദേവതകളുണ്ടെന്നാ പറയുന്നത്? 3 × 3 × 3 അങ്ങനെ കോടിക്കണക്കിന് വരുമ്പോൾ 30 കോടി ദേവതകളായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വൈബ്രേഷണൽ ഫീൽഡുകളാണ്. അവയ്ക്ക് നമ്മുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ യുദ്ധം ഉണ്ടാകുന്നതിനും സമാധാനം ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. 2 ആൾക്കാരെ തമ്മിൽ അട്രാക്ട് ചെയ്യിക്കുന്നതും 2 പേരെ തമ്മിൽ അടിയിടിക്കുന്നതും ഈ പറയുന്ന എനർജി വൈബ്രേഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന പ്രാണന്റെ വൈബ്രേഷണൽ ഫീൽഡുകൾ അതിനെ ഒരു ശ്രേണി പോലെ കർമ്മത്താൽ ബന്ധിക്കപ്പെട്ട ചരട് പോലെ കർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഈ ബ്രഹ്മാണ്ടങ്ങൾ വരെ അനേക കോടി ബ്രഹ്മാണ്ട ജനനീയമാണെന്ന് നാമുണ്ടല്ലോ സംശയം. അങ്ങനെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ വരെ അങ്ങനെ ഈ പ്രാണന്റെ സഞ്ചാരപഥത്തിലൂടെ ത്രിഗുണങ്ങളിൽ പഞ്ചീകരിക്കപ്പെട്ട് കോടിക്കണക്കിന് വരുന്ന ദേവതകളായിട്ട് മാറി 30 കോടിക്കണക്കിന് ദേവതകളായിട്ട് മാറി ഈ പ്രപഞ്ചം, ഗാലക്സികൾ ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നു. അതിൽ പശ്ചാത് ഭൂമി അധോ പുരഹ പുരുഷ സൂക്തം പറയുന്ന മനുഷ്യനെയും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെ ഒക്കെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പം ഇത് പ്രകാശം കൊണ്ട് തിളങ്ങുന്ന ഈ കിരീടം അത് അധികാരത്തിനെ സൂചിപ്പിക്കുന്നു. അതായത് ഒരാൾ തീരുമാനം എടുക്കുന്ന ഒരു രാജാവാണ്. ഒരു കമ്പനി ആണെങ്കിൽ അതിന്റെ മാനേജിങ് ഡയറക്ടറാണ് തീരുമാനം എടുക്കുന്നത്. അയാളുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് കർമ്മം നടക്കുന്നത്. ശരിയല്ലേ? ഇന്ത്യയിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു രാജാവ് തീരുമാനിക്കുന്ന ഒരു രാജ്യത്ത് കർമ്മങ്ങൾ നടക്കുന്നു. അപ്പൊ ആ കിരീടം അതിന്റെ സിമ്പലാണെന്ന് പറഞ്ഞു. അതിലൂടെ ഈ പ്രാണന്റെ നടത്തിപ്പ് തീരുമാനിക്കുന്നത് കർമ്മഫലങ്ങളിലൂടെ. നല്ല ദേവതകൾ വരുമ്പോൾ നല്ല കർമ്മങ്ങളും ഈശ്വര ഉപാസനയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിയന്ത്രിക്കാൻ പറ്റും അവരുടെ കർമ്മത്തെ പോസിറ്റീവായിട്ട്. അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന കർമ്മഫലങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോ ഓഫ് അട്രാക്ഷൻ എന്നാണ് അതിനെ പറയുക. അപ്പൊ പ്രപഞ്ചത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ദേവതകളെ അട്രാക്ട് ചെയ്ത് 2 വ്യക്തികൾ കാണുമ്പോൾ അവരുടെ ദേവതകൾ തമ്മിലാണ് ഉടക്കണോ സ്നേഹിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആദ്യം, അല്ലെ? ചോരയെ തിരിച്ചറിയുന്നൊക്കെ പറയും. എവിടെ ചെന്നാൽ എങ്ങനാന്ന് അറിയത്തില്ല. വെള്ളം അടിക്കുന്ന ആൾക്കാർ തമ്മിൽ കണ്ട് വൈത്തെന്തോ പരിപാടി എങ്ങനാന്ന് അറിയാൻ വയ്യ. അവർക്ക് തമ്മിൽ അവരുടെ ദേവതകൾ തമ്മിൽ ആദ്യം കറക്റ്റ് ആവും. ചുമ്മാ പറഞ്ഞതല്ല, സത്യമാണ്. കാരണം അഡിക്ഷൻ ഉള്ളവർക്ക് ബാധകൾ ഉണ്ടാവും. ഇവര് വേറെ ബാധയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ തമ്മിൽ ആ ബാധകൾ തമ്മിൽ അത് കണക്ട്, നെഗറ്റീവ് എനർജികൾ. എന്നിട്ട് ഇതെന്താ പരിപാടി? നമുക്ക് അവരവിടെ വലിയ കല്യാണവും കാര്യങ്ങളൊക്കെ, ഇപ്പുറത്ത് മാറി വെള്ളമടി. അങ്ങനെ ഈ വെള്ളമടിക്കുന്ന നെറ്റ്വർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ നല്ല ആൾക്കാരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ഒരു സത്സംഗം വെച്ചാൽ ആരും കാണിയല്ല. പക്ഷെ മദ്യപാനത്തിന്റെ നെറ്റ്വർക്ക് വളരെ വേഗം ഡെവലപ്പ് ചെയ്യും, ബന്ധങ്ങൾ വേഗം ഡെവലപ്പ് ചെയ്യും. പക്ഷെ അതൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള കുഴപ്പക്കാരുടെ ബന്ധങ്ങളുള്ള ബാധയുള്ളവരുടെ ബന്ധങ്ങളായിരിക്കും ഡെവലപ്പ് ചെയ്തു പോകുന്നത്. അഡിക്ഷൻസ് ഉണ്ടാക്കുന്ന ബാധകളാണ്, നെഗറ്റീവ് എനർജികളാണ്. അപ്പൊ ഈ ദേവതകൾ പ്രാണവൈകോശത്തിൽ ആദ്യം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കട്ടക്കടിച്ചാൽ മാറത്തില്ല. എനിക്ക് അയാൾ മതി, അല്ലെ? ചില സ്ത്രീകളൊക്കെ പറയുന്നത് എനിക്ക് അയാൾ മതി, തീവ്രവാദിയാണ്, എനിക്ക് അത് മതി, അയാളെ മതി. എന്നിട്ട് അവസാനം പോയി വലിയ കുഴപ്പത്തിൽ ചാടി പ്രശ്നമാണ് ഉണ്ടാകുന്ന അവസ്ഥ തിരിച്ചുകൊണ്ട്. അപ്പം ഇങ്ങനെ പ്രാണന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന അധികാര പോസിറ്റീവായിട്ട് നിയന്ത്രിക്കുന്നതിന്റെ പ്രാണനെ നിയന്ത്രിച്ച് നല്ല കർമ്മഫലങ്ങളെ കൊണ്ടുവരുന്നതിന്റെ അധികാരത്തിന്റെ ചിഹ്നമാണ് ഈ കോടീരം ദേവിയുടെ. അതിലെ മണിബന്ധമാണ് പ്രാണൻ, അതിലെ രത്നങ്ങളാണ് ദേവതകൾ. പോസിറ്റീവായ ദേവതകളുടെ ഒരു ശ്രേണി, ഒരു പട തന്നെ ദേവി കൊണ്ട് ചക്രരാജ രഥത്തിലെ കോടിയോഗിനി ഗണസേവിത, കോടിക്കണക്കിന് യോഗിനികള് മായി, അതായത് വൈബ്രേഷണൽ ഫീൽഡുകളുമായിട്ടിരിക്കുന്ന ആദിപരാശക്തിയുടെ പ്രാണൻ. ആ പ്രാണനെയാണ് നമ്മൾ അമ്മയായിട്ട് ആരാധിച്ച്
പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ച് നമ്മളുടെ നല്ല കർമ്മങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് ഈ ആത്മാവിന് ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ ചതുർവിധ പുരുഷാർത്ഥങ്ങളിലൂടെ സമാധികൾ കൊണ്ടു തരുന്നത് എന്നുള്ള ഒരു വ്യംഗ്യമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ രഹസ്യാർത്ഥം. ഇത് സാധാരണ ആളുകളോട് പറഞ്ഞാൽ അവർക്ക് ഇത് ദഹിക്കത്തില്ല, എളുപ്പം മനസ്സിലായി പോകുന്നില്ല. അതുകൊണ്ടാണ് പുറത്തുള്ള അന്നമയ കോശത്തിലുള്ള ഫിഗറിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ട് ഒരു കിരീടം സങ്കല്പിച്ച് അതിൽ കുറെ രത്നങ്ങൾ സങ്കല്പിച്ച് അതിന് നല്ല ശോഭയുള്ളതായിട്ട് സങ്കല്പിച്ച് അത് പോസിറ്റീവായിട്ടുള്ള അമ്മയുടെ കിരീടമാണെന്ന് പറഞ്ഞു ആ രീതിയിൽ ഒരു ഫിഗറിലൂടെ ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ആ സമർപ്പണം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനാണ് അന്നമയ കോശത്തിലേക്ക് ഋഷി ഇതിനെ സംയോജിപ്പിച്ച് പശന്യാദി ദേവതകൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായിട്ട് ലളിതമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ കിരീടവും ഈ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നു. അതിനെ നമ്മൾ അന്നമയ കോശത്തിലെടുത്താൽ മതി ആദ്യം. പക്ഷെ നമ്മൾ സാധന ചെയ്ത് വരുമ്പോൾ ആദ്യമായിട്ട് തുടങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്ന സാധനം ശരിക്കും അനുഭവത്തിൽ മനസ്സിലാവാൻ തുടങ്ങും. അതുവരെ ഇതൊരു ആശയമായിരിക്കും, അല്ലെ? അപ്പൊ അന്ന് നിങ്ങൾ ഈ വീഡിയോ എടുത്ത് വീണ്ടും കാണാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഈ പറയുന്നത് 100% സത്യമാണെന്ന് അനുഭവത്തിൽ ബോധ്യം വരും. ഇപ്പൊ ചിലപ്പോൾ അത്രയും കണ്ട് മനസ്സിലായിക്കൊന്നില്ല, എന്നാലും ഊഹിക്കാൻ പറ്റും. അപ്പം ചില ചിലർക്ക് ഇത് അനുഭവം കുറെ നാളായിട്ട് സാധന ചെയ്യുന്നവർക്ക് ഇത് വളരെ വേഗത്തിൽ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഈ പറയുന്നത്. പ്രത്യേകിച്ച് ചില ആൾക്കാർ ഇവിടെ വന്നത് വളരെ ബാധയൊക്കെ പിടിച്ച് ഭയങ്കര ദുരിതപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലിരുന്ന ആൾക്കാർ വന്ന് ശ്രീവിദ്യ ദീക്ഷയെടുത്ത് ബാധകളൊക്കെ മാറ്റി ദീക്ഷയെടുത്ത് ഉപാസന ചെയ്ത് രക്ഷപ്പെട്ട് വന്നവർക്ക് ഞാൻ ഈ പറയുന്ന വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം പലരും പല അവസ്ഥകളിലാണ് നിൽക്കുന്നത് കൊണ്ട് ചിലർക്ക് പതുക്കെയായിരിക്കും മനസ്സിലാക്കും, ചിലർക്ക് വേഗം മനസ്സിലാവും. പക്ഷെ അപ്പൊ എന്നിവയെ ഇതിന്റെ അർത്ഥം ഇതാണ്. ഇതിനെ നമ്മൾ ഈ രീതിയിൽ വളരെ ആഴത്തിൽ വേണം സമീപിക്കാൻ. ഈ നാമങ്ങളെ അതിന്റെ വാച്യാർത്ഥത്തിലാണ് എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പൊ അങ്ങനെ മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഇത്രയേ ഉള്ളൂ. ലളിതാ സഹസ്രനാമം വിചാരിച്ചാൽ തീർന്നു. അബദ്ധമാണ്. കിരീടത്താൽ അലങ്കരിക്കപ്പെട്ട് രത്നങ്ങൾ വെച്ച കിരീടത്താൽ അലങ്കരിക്കപ്പെട്ടവളാണ് ദേവി. മനസ്സിലായി. ഇപ്പൊ ഒരു രൂപം മനസ്സിൽ കിട്ടി, ഇനി ആ ദേവിയെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് നടന്നാൽ ഇത് മാറിപ്പോയി. അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയും ചെറിയൊരു ഡെപ്തിലല്ല ഋഷി ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് വെറും ശ്ലോകമല്ല, ഒരു കവിത എഴുതുന്ന കൂട്ട് എഴുതിയതല്ല, വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഒരു സിനിമയുടെ ഒരു പാട്ട് എഴുതുന്ന കൂട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ താന്ത്രിക അർത്ഥമുണ്ട്. ഇതില് ഒരുപാട് തലത്തില് വേദാന്തം, വേദം ഇതൊക്കെ സംയോജിപ്പിച്ചാണ് ഇതിലെ ഓരോ നാമങ്ങളും ഋഷി എഴുതിയിരിക്കുന്നത്. ഓരോ ഉദ്ദേശങ്ങളിലാണ്, ഓരോ ചക്രങ്ങളിൽ ഇത് സ്പന്ദിക്കണം. ഓരോ നാമങ്ങളും ഒരാൾ ഉച്ചരിക്കുമ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ചെയ്യുമ്പോൾ ഇത്രയും ഫലം കിട്ടുന്നതാണ്. അപ്പോ ആദിപരാശക്തി മഹാത്രിപുര സുന്ദരി അമ്മയുടെ പാദങ്ങളിൽ ഇത് സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മളെല്ലാം ചെയ്യാൻ. എല്ലാ കാര്യങ്ങളും നമ്മുടെ കർമ്മങ്ങളെല്ലാം ദേവിയിൽ സമർപ്പിച്ച് ചെയ്യുമ്പോൾ ഈ കുരുവിന്ദ മണിശ്രേണി കനൽ പ്രകാശിക്കപ്പെടുന്ന കോടീര മണ്ഡിതം ആ കിരീടത്തിൽ പ്രകാശിക്കുന്ന ഈ ഒരു യോഗിനി ശ്രീചക്രം അങ്ങനെയാണ് ശരിക്കും. ശ്രീചക്രത്തിലെ ഇത്രയും 100-200 അടുപ്പിച്ച ദേവതകള് ആ പ്രത്യക്ഷത്തിൽ തന്നെ ട്രയാങ്കിളുകളിൽ ഇരിപ്പുണ്ട്. ഖഡ്ഗമാല സ്തോത്രം ചൊല്ലുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ആ ദേവതകളെ എല്ലാം ഒരു ശ്രേണി പോലെ കൃത്യമായി പ്രാണനെ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അതിപരാശക്തിയുടെ യഥാർത്ഥ ഭാവം ഒരു സാധാരണ ആളിന് മനസ്സിലാവുന്നല്ല. അത് ഉപാസനയിലൂടെ, നിരന്തരമായ അഭ്യർത്ഥനയിലൂടെ, ഭജനത്തിലൂടെ, സ്നേഹത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെ? രമേശൻ നായർ മറ്റേ ചൊട്ടാനിക്കരമ്മയുടെ ഒരു പാട്ടിൽ എഴുതിയിരിക്കുന്നത് അതല്ലേ, വേദശാസ്ത്രാദിയാം ആഭരണങ്ങളും വേദാന്ത ചൂട മണിയും വേനൽ കസവുള്ളോരാകാശ നിര്യതും നീയും അകം നാളിൽ 4 മുഖങ്ങളാൽ
മാവിനും ആ പാദം വർണ്ണിക്കാനാമോ, പിന്നെ ഞാനറിയും മൊഴി മതിയാമോ. ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലങ്ങ് തീരും. അതെന്താ? നമുക്ക് ചെറിയ വാക്കുകൾ കൊണ്ട് പ്രാണമയ കോശത്തിൽ അതിപരാശക്തി പ്രവർത്തിക്കുന്ന രീതിയെ ചെറിയ വാക്കുകളിൽ, മനോമയത്തിന്റെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനോ വ്യക്തമാക്കാനോ വ്യാഖ്യാനം ചമിക്കാനോ പുറപ്പെടുന്നവൻ തിരുമണ്ടനാണ്, അല്ലെങ്കിൽ നമ്മളൊരു മണ്ടനാണ് എന്നുള്ളതാണ് അവിടെ. നമുക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പറ്റില്ല, നമുക്ക് അനുഭവിക്കാൻ പോലും പൂർണ്ണമായിട്ട് പറ്റത്തില്ല, നമ്മൾ ഇല്ലാതാകുമ്പോഴേ അതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് ഉയർന്ന ലെവലിലാണ് ഈ ഒരു നാമം ഋഷി അവിടെ സന്നിവേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം. ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീലളിതാംബാ ഗുരുപാദുകാം പൂജയാമി തർപ്പയാമി. ഓം ഗം ഗണപതേ നമഃ. ഒരു നിമിഷം, നമ്മുടെ ഗ്രൂപ്പിലെ പേരും നാട് നൽകിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ദേവി അനുഗ്രഹിക്കട്ടെ, ആവശ്യങ്ങൾ നടക്കട്ടെ, എല്ലാവരുടെയും പ്രശ്നങ്ങളും വരട്ടെ, ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാകും. തുടങ്ങാം. ഓം അസ്യ ശ്രീലളിതാ ദിവ്യസഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാക്ദേവതാർഷ്യഃ അനുഷ്ടുപ് ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവതാ. ശ്രീമദ്ഭാഗ്വവകൂടേതി ബീജം മധ്യകൂടേതി ശക്തിഃ ശക്തികൂടേതി കീലകം മൂലപ്രകൃതി ധ്യാനം. ശ്രീലളിതാ മഹാത്രിപുരസുന്ദരീ പ്രസാദ സിദ്ധിദ്വാരാ സകല ചിന്തിതാ ഫലപ്രാപ്ത്യർത്ഥേ ജപേ വിനിയോഗഃ. ധ്യാനം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുര താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഗടസ്ഥരക്തചരണാം ധ്യായേത് പരാംബികാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകരിതലസദ്ഹേമ പദ്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്താംഗാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പൽപ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്തഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനി അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിതൗ സ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷീം ഹൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിപിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ഓം ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധീകല സത്കജ കുരുവിന്ദ
മണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണവാസുര കദംബ മഞ്ജരീകൃത്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക ബോലഭൂ നവവിദ്രുവ ബിംബശ്രീ നെക്കാരീരതനച്ചത ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷദിഗന്ധര നിജസല്ലാഭ മാധുര്യ വിനിർബൽസിത കച്ഛബി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ അനാഗലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ദര കനകാംഗത കേയൂര കമനീയ ഭുജാനിത രത്നഗ്രൈവേയ ചിന്താകലോല മുക്താഫലാനിത കാമേശ്വര പ്രേമരത്ന മണി പ്രതിഭണസ്തനി നാഭ്യാലവാല രോമാളി ലതാഫലകുജദ്വയി ലക്ഷരോമലദാധാര ദാസമുന്നേയ മധ്യമ സ്തനഭാരദളൻ മധ്യ പട്ടബന്ധവലിത്രയ അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത്കടീതടി രത്നകിങ്കിണി കാര്യമ്യ രസ്നാധാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യ മാർദവോരുദ്വയാനിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക ഗൂഢഗുൽഫ കൂർമപൃഷ്ട ജേഷ്ണു പ്രഭതാനിത നഗദീതി സഞ്ചന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാചാല പരാഗൃത സരോരുഹ ചിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യശേവധി സർവാരുണാനവധ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷി ഗണസംഗാത സ്തൂയമാനാത്മവൈഭവ മണ്ഡാസുരവധോദുക്ത ശക്തിസേനാ സമന്വിത സംബൽക്കരി സമാരൂഢ സിന്ദൂര വ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിത കോടി കോടീഭിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത കേചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്ത വന്നി പ്രാകാര മധ്യക ബണ്ഡസൈനവധോദുക്ത ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമോത്സുക ബണ്ഡപുത്രവധോദുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രിണ്യംബാ വിരചിത വിശങ്കവദോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീരനന്ദിത കാമേശ്വര മുഖാലോക കൽപിത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ബണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യത്ര വർഷിണി കരാങ്കുലീന ഗോൽപന്ന നാരായണ ദശാകൃതി മഹാപാശുപദാസ്ത്രാക്തി നിർദക്താസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദക്ത സബണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സന്തക്ത കാമ സഞ്ജീവനൌഷധി ശ്രീമദ് ഭാഗ്വവ കൂടൈക സ്വരൂപ മുഖ പങ്കജ കണ്ടാദാകടി പര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തി കൂടൈക താപന്ന കഡ്യധോഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര കുലാമൃതൈകരസിക കുലസങ്കേത പാലിനി കുലാംഗന കുലാന്തസ്ഥ കൗളിനി കുളയോഗിനി അകുലാ സമയാന്തസ്ഥ സമയാചാര തൽപര മൂലാധാരൈകനിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണു ഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലത സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസതന്തൂതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തി വൈശ്യാഭയാവഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാംഘരി ശ്രീഗരി സാധ്വി ശരത്ചന്ദ്ര നിഭാനന സാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല
നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാതിർനിരീശ്വര നിരാകാര ഗമദന നിർമ്മദ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമദാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നൃനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നിരചിഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തി മഹാരഥി മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗേശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശമക്ഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ട്യുപചാരാഢ്യ ചതുഷ്ടികലാമയി മഹാചതുഷ്ടികോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരു ചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാന കനരൂപിണി ധ്യാനധേതൃധേയ രൂപ ധർമ്മ ധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരിണി സ്വപന്തി തേജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപന്ന വിഭന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാത് ആ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമ വിധായിനി നിജാജ്ഞരൂപ നിഗമ പുണ്യ പുണ്യഫലപ്രദ ശ്രുതി ശ്രീമന്ത സിന്ദൂരീകൃത പാദ രൂപ നാമ രൂപ ഇവലോചന രഞ്ജനീരംഗണീരസ്യ ജനകിങ്കിണി മേഖല രമാരാഗേന്ദുവദന രതിരൂപ രതിപ്രിയ രക്ഷാഗരീരാട്സഗ്നി രാമ രമണലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമ പ്രിയ കല്യാണി ജഗതി കന്ദ കരുണാരസസാഗര കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ പരദാവാമനയന വാരുണി മദവിഹ്വല വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിനുർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ദ്യ വന്ദാരൂജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമൽക്കൽപലതിക പശുപാശ വിമോചിനി സംഹൃദാശേഷ പാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദാന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമദ്യ തമോഭ ചിതി സ്ഥൽപദ ലക്ഷ്യാത്ത ചിദേകരസ്വരൂപിണി സ്വാത്മാനന്ദല വിഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാ പ്രത്യക്ഷിതി രൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരി രൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഠി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയ ജാലന്ധര സ്ഥിത ഓഢ്യാണ പീഡനിലയ ബിന്ദു മണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യാ ഷോഡശികാരൂപ ശ്രീകണ്ഠാർദ്ധ ശരീരിണി പ്രഭ
മഹാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്ത വ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാ വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദ തമോഭേദ ഭാനുമൽഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവംകരി ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സുപ്രകാശ മനോവാചാമഗോചര ചിച്ചക്തിച്ഛേദനാരൂപ ജഡശക്തിർജടാത്മിക ഗായത്രീ വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യ യൗവന മതശാലിനി മദഗൂണിത രക്താക്ഷി മദപാടലഗണ്ഡഭൂ ചന്ദനാദ്രവദിഗ്ധാംഗി ചമ്പേയ കുസുമപ്രിയ കുശല കോമളാകാര കുരുകുല്യാകുലേശ്വരി കുളകുണ്ടാലയ കൗളമാർഗതൽപര സേവിത കുമാര ഗണനാഥാംബ തുഷ്ടി തുഷ്ടിർമതൃധൃതി ശാന്തി സ്വസ്തിമതി കാന്തിർനന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുഭ്രു ശോഭനാ സുരനായിക കാളകണ്ഠി കാന്തിമതി ശോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാദശസ്വിനി വിശുദ്ധി ചക്രനിലയ രക്തവർണ ത്രിലോചന ഗഡ്വാംഗാദി പ്രകരണ വദനൈക സമന്വിത പായസാന പ്രിയ തുക്സ്ഥ പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സമൃദ്ധാടാകിനീശ്വരി അനാഹതാബ്ജനലയ ശ്യാമാ ഭാവദനദ്വയ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധര രുതിര സംസ്ഥിത കാളരാത്രാദിശക്തൗഗവൃത സ്നിഗ്ധൗദന പ്രിയ മഹാവീരേന്ദ്ര വരദ രാഗിണ്യംബാസ്വരൂപിണി മണിപൂരാബ്ജനലയ വദനത്രയ സംയുത വജ്രാധികായുധോപേത ഡാമര്യാദിവിരാവൃത രക്തവർണ മാംസനിഷ്ഠ ഗുഡാന പ്രീതമാനസ സമസ്ത ഭക്ത സുഗത ലാഗിന്യംബാസ്വരൂപിണി സ്വാധിഷ്ഠാനാംബുജഗത ചതുർഭക്ത്ര മനോഹര ശൂല്യാധായുധ സമ്പന്ന പീതവർണാദിഗർവിത മേധോ നിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദദ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രകരണ വരദാദി നിഷേവിത ഉദ്ഗൗദനാസക്ത ചിത്ത സാഗിന്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജനലയ ശുക്ലവർണാഷടാനന മജ്ജാ സംസ്ഥാ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനൈകരസിക ഹാഗിനി രൂപധാരിണി സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധരാ ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രീതചിത്ത യാഗിന്യംബാസ്വരൂപിണി സ്വാഹാ സ്വധാ മതിർമേധ ശ്രുതി സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിത ബന്ധമോജിനി ബർബരാളക വിമർശാരൂപിണി വിദ്യാവിയദാദീജകൽപ്രസു സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യാ ചിന്ത്യരൂപ കലികൽമഷനാശിനി കാർത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖി ദാടുമി കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധിർനിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസന ലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാതീപാനാലസ മത്ത മാതൃകാ വർണ്ണരൂപിണി മഹാകൈലാസ നിലയ മൃണാള മൃദുതോർലത മഹനീയതയാ മൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷ കിങ്കരി ഭൂത കമല കോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഫാലസ്തേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാര വിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിധിർഗോ മാതാ ഗുഹജന്മഭൂ ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത കലാത്മിക കലാനാദ കാവ്യാലാപ വിനോദിനി സചാമരമാവാണി സഭ്യ ദക്ഷിണ സേവിത ആദിശക്തി രമേയാത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ ക്ലീങ്കാരി കേവല ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുരാദ്രി ജഗദ്വന്ദ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി ദക്ഷരി ദിവഗന്ധാഢ്യ സിന്ദൂര തിലകാഞ്ചിത
ഉമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാ ഭാഗതീശ്വരി ജ്ഞാനഗമ്യാ പരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാചിതാലീല ക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യാദൃശ്യരഹിത വിദ്യ ത്രിവേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സർവസദ്രൂപധാരിണി അഷ്ടമൂർത്തിരജാ ജൈത്രി ലോകയാത്രാ വിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്ദൈത ദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ബൃഹദി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപാ ബൃഹൽസേന ഭാവാ ഭാവവിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി രാജരാജേശ്വരി രാജദായിനി രാജവല്ലഭ രാജകൃപാ രാജപീഠ നിവേശിത നിജാശ്രിത രാജലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധാ സാഗരമേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാത്തദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാലാവരിച്ചിന്ന സർവഗാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയീ ഗുഹാംബാ ഗുഹ്യരൂപിണി സർവോപാധി വിനുർമുക്ത സദാ ശിവപതിവ്രത സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡലരൂപിണി കുളോത്തീർണ ഭഗാരാധ്യ മായാ മധുമതീമഹി ഗണാംബാ ഗുഹ്യകാരാധ്യ കോമളാംഗീ ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലികാ പ്രേമരൂപാ പ്രിയംകരി നാമപാരായണ പ്രീത നന്ദി വിദ്യാ നടേശ്വരി മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയാലയകരി ലജ്ജാരംഭാദിവന്ദിത ഭവദാ വസുധാ വൃഷ്ടി പാവാരണ്യതവാനല ദൗർഭാഗ്യതൂലവാതൂല ജരാദ്വാന്തര വിപ്രഭ ഭാഗ്യാദ്രിചന്ദ്രിക ഭക്ത ചിത്തകേകികനാഗന രോഗപർവത ദമ്പോളിർ മൃത്യുധാരുകുടാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ട സുരനിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗദ ത്രിസുഭഗ ത്ര്യംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദ ശുദ്ധ ജപ പുഷ്പനിഭാകൃതി ഓജോവതി ദുധീധര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമപ്രിയ മഹദീ മേരുനിലയ മന്ദാര കുസുമപ്രിയ വിരാരാധ്യ വിരാരൂപ വിരജ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദ പ്രാണരൂപിണി മാർദ്ധാണ്ഡവൈരവാരാധ്യ മന്ത്രിണി ന്യസ്തരാജ്യതു ത്രിപുരേശി ജലസേന നിസ്ത്രൈ ഗുണ്യപരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമദുഃഖാമരൂപിണി കലാനിധി കാവ്യകലാ രസജ്ഞാരസചേവതി പുഷ്ടാ പുരാതന പൂജ പുഷ്കര പുഷ്കരക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാൽപര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്രവിഭേദിനി മൂർത്താമൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിണി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാബുദാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽപീഡരൂപിണി വിശൃംഖല വിവിക്തസ്ഥ വീരമാതാവ്യൽപ്രസു മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞാ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോധരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപിണി ജന്മ മൃത്യു ജരാ തപ്ത ജന വിശ്രാന്തിദായിനി സർവോപനിഷദുദ്ഘുഷ്ട ശാന്ത്യാതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർദ്ധ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനൽ കനക താടങ്ക ലീല വിഗ്രഹധാരിണി അജാക്ഷേ വിനുർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്താ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വൽമാ രാമസുധാശ്രുതി സംസാര പങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകത്രി യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർധിനി
വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോ നിർയോനി നിലയ കൂടസ്ഥാകുളരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര്യ നൈഷ്കർമ്യനാഥരൂപിണി വിജ്ഞാനകലന കല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യ മാർഗസ്ഥ സർവാപത് നിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീര ധീര സമർച്ചിത ചൈതന്യാർഗ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല ദക്ഷിണാരാധ്യ ധരസ്മേര മുഖാംബുജ കൗളിനി കേവലൈനർഘ കൈവല്യ പദദായിനി സ്തോത്ര പ്രിയ സ്തുതിമതി സ്തുതി സംസ്കൃത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭാ പരമോദാര പരാമോദാ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞ പ്രിയ പഞ്ചപ്രേത മഞ്ചാദിശായിനി പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂക കുസുമ പ്രഖ്യ ബാലാ ലീല വിനോദിനി സുമംഗലി സുഗകരി സുവേഷാഢ്യ സുവാസിനി സുവാസിന്നർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥ പ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷഡദ്വാതീതരൂപിണി അവ്യാജ കരുണാമൂർത്തി അജ്ഞാനദ്വാന്തദീപിക ആപാലഗോപവിദിത സർവാനുയംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീ ശിവ ശിവശക്തൈക്യ രൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാ ദേവ്യാ നാംനാം സഹസ്രകം ജപു ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം ശ്രീ മഹാദേവ്യേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാതം വിഹിതമഹിതം സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.